ജബ്ബാർ മൗലവി ഇസ്ലാഹിൽ എഴുതിയ വാദം ശിർക്കാണ് എന്നാണോ അല്ലെന്നാണോ നിങ്ങളുടെ വിശ്വാസം? ആ വാദം കോട്ടിവാട്ടാണ് അദ്ദേഹം. ഒരാൾ ഒരു വിജനമായ മരുഭൂമിയിൽ അകപ്പെട്ടു. ആ മരുഭൂമിയിൽ അകപ്പെട്ടു പോയ ഒരു മനുഷ്യൻ വിളിച്ചു പറയാൻ, ആരെങ്കിലും എന്നെ സഹായിക്കണേ എന്ന് വിളിച്ചു പറയാം. അപ്പൊ അയാൾ ഉദ്ദേശിക്കാൻ, എന്റെ ശബ്ദം കേൾക്കുന്ന മലക്കുണ്ടെങ്കിൽ മലക്ക് കേട്ടോട്ടെ, എന്റെ ശബ്ദം കേൾക്കുന്ന ജിന്നുണ്ടെങ്കിൽ ജിന്നും കേട്ടോട്ടെ, എന്റെ ശബ്ദം കേൾക്കുന്ന മനുഷ്യനുണ്ടെങ്കിൽ മനുഷ്യനും കേട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം വിളിച്ചു പറയുന്നത്. എങ്കിൽ അത് ശിർക്കല്ല, അബൗദികമല്ല, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമല്ല. എന്താ തെറ്റതില്? ആ വാചകത്തിൽ അതിൽ നിന്ന് എവിടുന്നാ കിട്ടിയത്? ജിന്നുകളോട് പ്രാർത്ഥിക്കാൻ എവിടുന്നാ കിട്ടിയത്? എവിടുന്നാ കിട്ടിയത്? ഒരു വിഷയത്തിൽ ഒരു മുജാഹിദ് പ്രവർത്തകനായിട്ട് നിലപാട് പ്രഖ്യാപിക്കാനുള്ള ധൈര്യം നിങ്ങൾക്കില്ലേ? പറയണം. അബ്ദുൽ ജബ്ബാർ മൗലവിയുടെ വാദം ശിർക്കാണോ അല്ലേ? കൊടുക്കുമോ? ശിർക്കല്ല, അബൗദികമല്ല, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമല്ല. എന്താ തെറ്റതില്? ആ വാചകത്തിൽ അതിൽ നിന്ന് എവിടുന്നാ കിട്ടിയത്? ജിന്നുകളോട് പ്രാർത്ഥിക്കാൻ എവിടുന്നാ കിട്ടിയത്? എന്താ തെറ്റതില്? എന്താ തെറ്റതില്? ആ വാചകം കോട്ടിവാട്ടാണ് അദ്ദേഹം. ഒരാൾ ഒരു വിജനമായ മരുഭൂമിയിൽ അകപ്പെട്ടു. ആ മരുഭൂമിയിൽ അകപ്പെട്ടു പോയ ഒരു മനുഷ്യൻ വിളിച്ചു പറയാൻ, ആരെങ്കിലും എന്നെ സഹായിക്കണേ എന്ന് വിളിച്ചു പറയാം. അപ്പൊ അയാൾ ഉദ്ദേശിക്കാൻ, എന്റെ ശബ്ദം കേൾക്കുന്ന മലക്കുണ്ടെങ്കിൽ മലക്ക് കേട്ടോട്ടെ, എന്റെ ശബ്ദം കേൾക്കുന്ന ജിന്നുണ്ടെങ്കിൽ ജിന്നും കേട്ടോട്ടെ, എന്റെ ശബ്ദം കേൾക്കുന്ന മനുഷ്യനുണ്ടെങ്കിൽ മനുഷ്യനും കേട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം വിളിച്ചു പറയുന്നത്. എങ്കിൽ അത് ശിർക്കല്ല, അബൗദികമല്ല, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമല്ല. എന്താ തെറ്റതില്? ആ വാചകത്തിൽ അതിൽ നിന്ന് എവിടുന്നാ കിട്ടിയത്? ജിന്നുകളോട് പ്രാർത്ഥിക്കാൻ എവിടുന്നാ കിട്ടിയത്? എവിടുന്നാ കിട്ടിയത്? ഈ ആളുകളൊക്കെ മനസ്സിൽ ശിർക്ക് സൂക്ഷിക്കുന്നവരാണ്, ആ ശിർക്ക് പ്രചരിപ്പിക്കുന്നവരാണ്. അതേസമയം ജബ്ബാർ മൗലവി എഴുതിയത് നമ്മൾ വളരെ വ്യക്തമായി തന്നെ തിരുത്തി കൊടുക്കുകയും പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. അത് ഒരിക്കൽ മാത്രമല്ല, പലതവണ പ്രസംഗങ്ങളിലൂടെ എഴുത്തുകളിലൂടെ തിരുത്തു കൊടുത്തു. അവസാനം വീണ്ടും അദ്ദേഹം അതിൽ ഉറച്ചു നിന്നപ്പോൾ അദ്ദേഹത്തെ വിളിച്ചു, ദൗറ നടത്തി. വീണ്ടും അദ്ദേഹത്തിന്റെ വാദത്തിൽ അദ്ദേഹം ഉറച്ചിരുന്നപ്പോൾ സർക്കുലർ അയച്ചു, എല്ലാവരെയും വിവരം അറിയിച്ചു. ഇത് കൂടുതൽ ആവശ്യമൊന്നും ചെയ്യലല്ലോ. ശിർക്കല്ല, അബൗദികമല്ല, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമല്ല. എന്താ തെറ്റതില്? ആ വാചകത്തിൽ അതിൽ നിന്ന് എവിടുന്നാ കിട്ടിയത്? ജിന്നുകളോട് പ്രാർത്ഥിക്കാൻ എവിടുന്നാ കിട്ടിയത്? ജബ്ബാർ മൗലവി വിളിച്ചു കൊണ്ടുപോയി സ്നേഹത്തോടെ സ്ത്രീകൾക്ക് വേണ്ടി സംവിധാനിച്ചിട്ടുള്ള ഭാഗത്ത് കൊണ്ടുപോയി ഇരുത്തിയിട്ട് അബ്ദുറഹ്മാൻ സലഫി വളരെ ശക്തമായും വൈകാരികമായും സംസാരിച്ച് പറഞ്ഞു, മൗലവി നമ്മൾ ഭരിച്ചു പോവും, നാളെ അടുത്ത തലമുറ വരും, എന്നിട്ടിത് വായിക്കും, ഇതിൽ ജിന്നോട് സഹായം തേടുന്ന ശിർക്കല്ല എന്നവർ മനസ്സിലാക്കിപ്പോയാൽ അതിന്റെ ഉത്തരവാദിത്വം ഞാനും നിങ്ങളും ഏറ്റെടുക്കേണ്ടി വരും. അള്ളാന്റെ മുന്നിൽ നമ്മൾ സമാധാനം പറയേണ്ടി വരും. അതുകൊണ്ട് ഇത് പരലോകത്തിന്റെയും തൗഹീദിന്റെയും വിഷയമാണ്, നിങ്ങൾ തിരുത്തണം, വിശദീകരണം കൊടുക്കണം എന്ന് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. ഈ ആളുകളൊക്കെ മനസ്സിൽ ശിർക്ക് സൂക്ഷിക്കുന്നവരാണ്, ആ ശിർക്ക് പ്രചരിപ്പിക്കുന്നവരാണ്. ശിർക്കല്ല, അബൗദികമല്ല, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമല്ല. എന്താ തെറ്റതില്? ആ വാചകത്തിൽ അതിൽ നിന്ന് എവിടുന്നാ കിട്ടിയത്? ജിന്നുകളോട് പ്രാർത്ഥിക്കാൻ എവിടുന്നാ കിട്ടിയത്? ശിർക്കല്ല, അബൗദികമല്ല, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമല്ല. എന്താ തെറ്റതില്? ആ വാചകത്തിൽ അതിൽ നിന്ന് എവിടുന്നാ കിട്ടിയത്? ജിന്നുകളോട് പ്രാർത്ഥിക്കാൻ എവിടുന്നാ കിട്ടിയത്?